നമ്മൾ ജീവിക്കുന്ന ലോകം പുരുഷാധിപത്യ ലോകമാണ്. ലോകം, ഇന്ത്യ, കേരളം, ചുറ്റുപാടെല്ലാത്തിനെയും സ്വാധീനിക്കും. അപ്പൊ അതുകൊണ്ട് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും സാമൂഹികമായി സാംസ്കാരികമായി നിലനിൽക്കുന്ന ഈ ആണധികാര പ്രവണതകളെ എതിർക്കാൻ ചുമതലയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അറിയാതെ ഊർന്നിറങ്ങും. അതുകൊണ്ട് നമ്മൾ നിരന്തരം ഈ ആണധികാരത്തിന്റെ ആവിഷ്കാരങ്ങൾക്കെതിരെ കരുതിയിരുന്നാൽ മാത്രമേ ഈ പുരുഷാധിപത്യ പ്രവണത പാർട്ടിയിലും കടന്നുകൂടുന്നത് തടയാൻ പറ്റുള്ളൂ. അതിപ്പം ആവശ്യപ്പെട്ട ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഈ ജനകീയാസൂത്രണത്തിൻ്റെ എല്ലാം കാലത്ത് പിന്നെ കേരളത്തിൽ, ബീഹാറിലാണ് 50% സ്ത്രീ സംവരണം ആദ്യം യഥാർത്ഥത്തിൽ വന്നത്. നമ്മൾ പലപ്പോഴും നമ്മളാണ് കൊണ്ടുവന്നത്, നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവന്നു, പാലുള്ളി മന്ത്രിയായിരിക്കുമ്പോഴാണ്. അപ്പം ഒരു ചർച്ച ഞാൻ പറയാം. നമ്മൾ ഈ സംവരണമെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം നോക്കാൻ പ്രാപ്തിയില്ലാത്ത പലരും പലയിടത്തും ഉത്തരവാദിത്തങ്ങളിൽ വരികയാണ്. ഞാനിരിക്കുന്ന സ്ഥലത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വസ്തുതാപരമായ ചോദ്യമാണ്. എന്താ അത്? ആ കഴിവൊന്നുമില്ലാത്ത ആണുങ്ങൾ ഒരു സ്ഥാനത്തും വരുന്നില്ലേ? എത്രയോ സ്ഥലത്ത് ആണുങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിവില്ലാതെ പല ആണുങ്ങൾ പലയിടത്തും ഇരിക്കുന്നില്ലേ? അഴിമതിയെക്കുറിച്ച് ഇതുപോലെ പറയും. എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് തെറ്റ് ചെയ്യാൻ, കള്ളത്തരം ചെയ്യാൻ ചില സാഹചര്യം കിട്ടുമ്പോൾ പല മനുഷ്യരും അത് ചെയ്തു എന്ന് വരും. വലിയ ധാർമ്മികത വേണം അതിനെ ചെറുക്കാൻ. പക്ഷേ സ്ത്രീകളെയും പുരുഷന്മാരെയും താരതമ്യപ്പെടുത്തുമ്പം ഏറ്റവും കുറവ് ഇത്തരം തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുള്ളത് സ്ത്രീകളാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കൂടുതൽ മൂല്യബോധമുള്ളത് സ്ത്രീകൾക്കാണ്. എന്നാൽ ചിലയിടത്ത് സ്ത്രീകളും തെറ്റ് ചെയ്യുന്നുണ്ടാവും. അത് ചിലർ പൊക്കി പിടിച്ചിട്ട് വരും, അവര് നിങ്ങൾ വിചാരിച്ചു പോലൊന്നുമല്ല. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, എത്ര പുരുഷന്മാര് അവരെക്കാളും കൂടുതൽ തെറ്റും കുഴപ്പവും അഴിമതിയും നടത്തുന്നു? അത് നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഈ നിലയിൽ ഈ പുരുഷാധിപത്യ മനോഭാവം നമ്മളിലെല്ലാം നമ്മൾ അറിയാതെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഞാനിതിനെക്കുറിച്ച് BTR പറഞ്ഞാണ് കേട്ടുള്ളത്. ഇത് അടിസ്ഥാനപരമായി ഈ ആശയം ആദ്യം പറഞ്ഞ ലെനിനാണ്. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റിനെ ഒന്ന് ചിരണ്ടി നോക്കിയാൽ ഒരു മെയിൽ ഷോവനിസ്റ്റിനെ കാണാൻ കഴിയും. ഏത് കമ്മ്യൂണിസ്റ്റിനെ ചിരണ്ടിയാലും. അത് BTR പറയാറുണ്ട്. ലെനിനാണ് അത് ആദ്യം പറഞ്ഞത് എന്ന് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. പിന്നെ നമ്മുടെ പെരുമാറ്റം പ്രസാദാത്മകമായും സർഗാത്മകമായും ഒക്കെ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ചോദ്യം, കമ്മ്യൂണിസ്റ്റുകാരൊന്നും പ്രസാദാത്മകമായിട്ടില്ല, സർഗാത്മകമായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ആവശ്യം പോലെയുണ്ട്. ഇപ്പൊ NS മാധവന്റെ ഒരു കഥയിൽ TK രാമകൃഷ്ണനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്താ? എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്നാണ് TK രാമകൃഷ്ണനെ കുറിച്ച് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഞാൻ ഇതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷെ ചില സമയത്ത് നമ്മൾ പല ആലോചനയിലുമായിരിക്കും, പല കാര്യങ്ങളെക്കുറിച്ചുമായിരിക്കും. ഇപ്പം ആ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഈ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തെല്ലാം ശരിയായിട്ടായിരുന്നു, ചെറിയ എല്ലാ പോയിന്റും നന്നായിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, സ്റ്റേറ്റ് എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനിവിടെ തുറന്ന് പറയാം, ഞാനെങ്ങനെ എൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബെറ്റി എന്നെ പലപ്പോഴും വിമർശിക്കും. ആ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ടാവും. അപ്പോൾ കാരണം അവിടെ നിന്നിട്ട് സഹാക്കളിൽ നിന്ന് അവരെ കണ്ട് എന്തുകൊണ്ട് ചിരിച്ചില്ല? ശരിയാണ്, ചിരിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എല്ലാ പോയിന്റും തയ്യാറായിട്ടുണ്ടോ? പക്ഷെ ഇത് സഹാക്കൾ ഇത് മനസ്സിലാക്കില്ല. ഇങ്ങനെയുള്ള പല സമ്മർദ്ദങ്ങളും പല ഉത്തരവാദിത്തങ്ങളിലും ചുമതലകളിൽ ഇരിക്കുന്നവരിലുണ്ടോ? പക്ഷേ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നാമതായി ജനസേവകരാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി അടികൊള്ളാനും ജയിലിൽ പോകാനും പരിക്കേൽക്കാനും രക്തസാക്ഷിത്വം വരിക്കാനും. ഇവിടെ മലപ്പുറം എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിയുടെ നാടാണ്. MLA ആയിരിക്കുമ്പോൾ വെടിവെച്ച് കൊല ചെയ്യപ്പെട്ട കുഞ്ഞാലി. പെൺകുട്ടികൾ പുറത്തിറങ്ങിക്കൂടാ, പള്ളിക്കൂടത്തിൽ പൊയ്ക്കൂടാ, അടച്ച് വീട്ടിലിരുന്നോളണം, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ എന്നുള്ള ആജ്ഞ ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്.
അപ്പോഴല്ലേ നമ്മുടെ പിന്നെ നിലമ്പൂർ ഐഷ ഏട്ടത്തിയെ പോലുള്ളവർ വന്ന്. അപ്പൊ അങ്ങനെല്ലാം ത്യാഗം സഹിച്ച് വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായും സംസ്ഥാന കമ്മിറ്റി മെമ്പറായും കേന്ദ്ര കമ്മിറ്റി മെമ്പറായും ജനറൽ സെക്രട്ടറി ആയിട്ട് നിങ്ങൾ നടക്കുമ്പോൾ ഈ ജനങ്ങളാണ് ഈ പ്രസ്ഥാനത്തെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്വത്തിലെല്ലാം കടന്നിരിക്കാനുള്ള അവസരം തന്നത് എന്നുള്ളത് ഒരു നിമിഷവും നമ്മൾ മറന്നുകൂടാ. ഏത് കമ്മിറ്റിയിലെ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടാണെങ്കിൽ പോലും മനുഷ്യരെ കണ്ടാൽ അവരോട് മര്യാദയ്ക്ക് പെരുമാറിയിട്ടേ നിങ്ങൾ അപ്പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. അതിനകത്തൊരു സംശയവുമില്ല. ഈ വിമർശനം ഉന്നയിച്ച് ഞാൻ നന്ദി പറയുകയാണ്. പല സാഹചര്യത്തിലും സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഈ അടിസ്ഥാന സമീപനം, കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ട ഈ അടിസ്ഥാന സമീപനം പല തലങ്ങളിലും പല നേതൃത്വ സ്ഥാനങ്ങളിലും ഇരിക്കുന്ന പലരും മറന്നുപോകുന്നുണ്ട്. അങ്ങനെ മറന്നു പോകുമ്പോൾ അതിനെ അതിശയോക്തിപരമായി അവതരിപ്പിച്ച് മനുഷ്യൻ്റെതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കും ജീവിതത്തിനും അപ്പുറം ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മറ്റൊന്നുമില്ല എന്ന സത്യം മറച്ചു പിടിക്കാൻ ബൂർഷ്വാ മാധ്യമങ്ങൾ തയ്യാറാകും. അതിൻ്റെ ഭാഗം എന്താ? എല്ലാവരോടും വളരെ സ്നേഹത്തിലും ചിരിച്ചും കുഞ്ഞുങ്ങളെ വാത്സല്യിച്ചും ഒക്കെ പെരുമാറുന്ന ഒരാൾ ഇടയ്ക്ക് അല്പസമയം ഗൗരവത്തിലിരുന്നാൽ ആ ഫോട്ടോ എടുത്ത് ഉടനെ കൊടുക്കും. ആ ഫോട്ടോ ആയിരിക്കും കൊടുക്കുന്നത്. ഇതുപോലുള്ള അത് ഞാൻ കൂടുതൽ വിസ്തരിക്കണ്ട. അപ്പം ഇക്കാര്യം മനുഷ്യനോട് പെരുമാറുന്നതിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദയും കമ്മ്യൂണിസ്റ്റ് മാതൃകയും